അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. പ്രിയമുള്ള പീസ് റേഡിയോയിലെ ശ്രോതാക്കളെ, ദുറൂസുൽ ലുഗത്തിൽ അറബിയ്യ ലിഗൈരി നാതിഖീന ബിഹ എന്ന അറബി ഭാഷ പഠന കോഴ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ 42 ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വളരെ നല്ല രീതിയിലൂടെ അതിൻ്റെ നോട്ട്സുകളെല്ലാം തയ്യാറാക്കി രണ്ടാമത്തെ ഒരു മൊഡ്യൂളിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു സമയത്ത് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട്, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് നമുക്ക് പ്രവേശിക്കണം. അൽഹംദുലില്ലാഹ് ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്. ഏതൊരു സ്വാലിഹാത്തുകളും സൽക്കർമ്മങ്ങളും പൂർത്തിയാകുന്നത് അള്ളാഹുവിൻ്റെ പരിപൂർണമായ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ്, തൗഫീഖ് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു നന്ദി വാചകം ഉരുവിട്ടുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാരണം ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരും. അള്ളാഹുവിൻ്റെ വലിയ ഒരു വാഗ്ദാനമാണത്. അതുകൊണ്ട് ഇനിയും അറബി ഭാഷാ പഠനത്തിലേക്കും മറ്റു വൈജ്ഞാനിക മേഖലകളിലേക്കും നമുക്ക് കൂടുതൽ പ്രവേശനം ലഭിക്കുവാനുള്ള ഒരു കാരണം കൂടെയാണ് ഈ ഒരു വിഷയത്തിൽ കൂടെ നമ്മൾ ആത്മാർത്ഥമായി നന്ദിയുള്ളവരായി മാറുക എന്നുള്ളത്. ഏതായിരുന്നാലും ഈ ഒരു കോഴ്സിലേക്ക് പ്രവേശിക്കുവാൻ ഉദ്ദേശിക്കുന്ന, ഒരു പക്ഷേ പുതിയതായി ഇതിനെ മനസ്സിലാക്കി കടന്നു വന്ന ആളുകളുണ്ടാവാം. അവരോട് സൂചിപ്പിക്കുവാനുള്ളത്, പീസ് റേഡിയോയിൽ നമുക്ക് കോഴ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ 1 മുതൽ 42 വരെയുള്ള ക്ലാസ്സുകൾ അവിടെ ലഭ്യമാണ്. ഏത് സമയത്തും നമുക്കതെടുത്തുകൊണ്ട് പഠിക്കുവാനുള്ള ഒരു അവസരം ഇപ്പോൾ നിലവിൽ ഉണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. മാത്രമല്ല, ഇനി നമ്മൾ അടുത്ത ഒരു മൊഡ്യൂളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും ഈ ഒരു പാഠഭാഗത്തിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദർസുൽ ഹാദി അഷർ, 11ാമത്തെ ചാപ്റ്റർ. നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് ബൈത്തി എന്നതാണ്. ഈ പാഠഭാഗത്തിൻ്റെ പ്രത്യേകത പറയാം. ആകെ 3 വാക്കുകൾ മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അഥവാ ആ 3 വാക്കുകൾ മാത്രമാണ് പുതിയതായി വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം 1 മുതൽ 10 വരെയുള്ള ചാപ്റ്ററുകളിൽ വന്നിട്ടുള്ള വാക്കുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് മുഴുവനും. അപ്പോൾ എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് തന്നെ സ്വയം വായിച്ച് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. കാരണം അതിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ അതിൻ്റെ ഓരോ പ്രയോഗ രീതികൾ നമ്മൾ 1 മുതൽ 10 വരെയുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പഠിക്കാത്ത 3 വാക്കുകൾ, ആ വാക്കുകൾ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ അതിൽ 2 എണ്ണം ഈ ഒരു ഭാഗത്ത് തന്നെ വരുന്നുണ്ട്, അഥവാ ബൈത്തി എന്ന ചാപ്റ്ററിൽ. പിന്നെ 1 തമാരീൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തുമാണ് വരുന്നത്. ശരി, നമുക്കെന്ത് ചെയ്യാം, ആ ഭാഗങ്ങളെ നമുക്ക് പ്രത്യേകമായി നമുക്ക് നോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാഠഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്? തീർച്ചയായും ഒരു അധ്യാപകൻ്റെ സഹായം കൂടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായി നിങ്ങളൊന്ന് മനസ്സിലൂടെ ഇതൊന്ന് വായിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ആ വായനയ്ക്ക് ശേഷം ആയിരിക്കും ഒരു പക്ഷേ എൻ്റെ വായന എന്ന് പറയുന്നു. ഒന്ന് വായിച്ചു നോക്കൂ, എന്താണ് ഈ കാണുന്നത്? നിങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന പ്രതീക്ഷയിൽ ബൈത്തി, ബൈത്തി. അടുത്തത് നോക്കൂ, ഹാദാ ബൈത്തി, ബൈത്തി അമാമൽ മസ്ജിദി. നിങ്ങൾ വായിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ വായനയുടെ ശേഷമാണ് ഞാൻ വായിക്കുന്നത്. ബൈത്തി ജമീലുൻ ഫീഹി ഹദീഖത്തുൻ സ്വഗീറത്തുൻ ഹാദിഹി ഗുർഫതി ഫീഹാ നാഫിദത്തുൻ കബീറത്തുൻ വമിർവഹത്തുൻ ജമീലത്തുൻ ഹാദാ സരീരി വഹാദാ കുർസിയി വഹാദാ മക്തബി സാഅതി വഖലമി വകിതാബി അലൽ മക്തബ്
വഹഖീബതി തഹ്തൽ മക്തബ് നാഫിദതു ഗുർഫതി മഫ്തൂഹത്തുൻ. ഹാദിഹി ഗുർഫതു അഖീ വതിൽക ഗുർഫതു ഉഖ്തി. ഗുർഫതു അഖീ കബീറത്തുൻ വഗുർഫതു ഉഖ്തി സഗീറത്തുൻ. ഗുർഫതു അഖീ അമാമ ഗുർഫതി വഗുർഫതു ഉഖ്തി അമാമൽ മത്ബഖി. ലീ അഖുൻ വാഹിദുൻ ലീ അഖുൻ വാഹിദുൻ ഇസ്മുഹു ഉസാമത്തു വലി ഉഖ്തുൻ വാഹിദത്തുൻ ഇസ്മുഹാ സുആദു. അബി വഉമ്മി ഫീ തിൽക്കൽ ഗുർഫത്തിൽ കബീറ. അന ഉഹിബ്ബു അബി വഉമ്മി വഉഹിബ്ബു അഖീ വഉഖ്തി. ശരി, നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് നീങ്ങാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഇനി നമ്മൾ പറയുന്ന ഇതിൽ ഓരോ ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ കഴിഞ്ഞ പാഠഭാഗങ്ങളെ നമ്മൾ മുറാജഅ നടത്തുകയാണ്, അഥവാ റിവിഷൻ നടത്തുകയാണ്. അതിൽ വരാത്ത ഭാഗം മാത്രം നമ്മളൊന്ന് സ്ട്രെസ് ചെയ്തുകൊണ്ട് അത് നമ്മൾ കൂടുതൽ നമ്മൾ അതിന് ഊന്നൽ നൽകിക്കൊണ്ട് നമ്മൾ വായിക്കുകയും ചെയ്യും. ശരി, നമുക്ക് നോക്കാം. എന്താണ് ബൈത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബൈത്തുൻ പഠിച്ചു അല്ലേ? എ ഹൗസ്, ഒരു വീട്. ബൈത്തി കണ്ടില്ലേ ഇവിടെ യാ. ബൈത്തി എൻ്റെ വീട്. അപ്പോൾ എൻ്റേത് എന്ന് പറയാൻ നമ്മൾ ഭാഷയിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കുവാൻ എന്താണ് കാണിച്ചത്? ബൈത്തി. കസറിന് ശേഷം യാ അല്ലേ, ആ കസറിനെ നീട്ടാനുള്ള ഒരു യാ ഇട്ട് കൊടുത്തപ്പോൾ അത് എൻ്റേത് എന്ന ആ ഒരു മുത്തക്കല്ലിമിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക്, മുത്തക്കല്ലിമിൻ്റെ യാ എന്നതിലേക്ക് എന്ത് ചെയ്തു? അത് വന്നു. അഥവാ എൻ്റേത് എന്ന അർത്ഥം ലഭിക്കാൻ ബൈത്തി എന്ന് പറയുമ്പോൾ കഴിയുന്നു. അപ്പം ഇനി എൻ്റേത് എന്നുള്ളത് മറ്റുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ. എൻ്റെ വീട്, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യുക? ഈ ഒരൊറ്റ പ്രയോഗത്തിലൂടെ കഴിയുന്നു. അപ്പോൾ അബി, ഉമ്മി, കിതാബി തുടങ്ങിയതെല്ലാം എൻ്റേത്. അപ്പോൾ എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ എന്നൊക്കെ പറയാൻ ഭാഷയിൽ നമുക്ക്, അറബി ഭാഷയിൽ നമുക്ക് കഴിഞ്ഞു എന്നർത്ഥം. ശരി, അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഹാദ ബൈത്തി. ഹാദ പഠിച്ചതാണ്. ഹാദ ബൈത്തി എന്താണ്? ഹാദ ബൈത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് എൻ്റെ വീടാണ്. ബൈത്തി അമാമൽ മസ്ജിദ്, എൻ്റെ വീട് അമാമൽ മസ്ജിദി, പള്ളിയുടെ മുന്നിലാണ്, പള്ളിയുടെ മുമ്പിലാണ് എൻ്റെ വീട്. അപ്പോൾ അമാമൽ മസ്ജിദി നമ്മളത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അമാമിന് ശേഷം വരുമ്പോൾ അമാമൽ മസ്ജിദി, എന്തുകൊണ്ടാണ് അവിടെ കസർ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ശരി, ബൈത്തി അമാമൽ മസ്ജിദി എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ വീട് പള്ളിയുടെ മുന്നിലാണ്. ശരി, ഇതേപോലെ മറ്റുള്ള പ്രയോഗങ്ങൾ നമുക്ക് നടത്താൻ കഴിയും. ബൈത്തി ജമീലുൻ, ബൈത്തി ജമീലുൻ എൻ്റെ വീട്, ബൈത്തി ജമീലുൻ എൻ്റെ വീട് ഭംഗിയുള്ളതാണ്. ഫീഹി ഹദീഖത്തുൻ, ഫീഹി ഹദീഖത്തുൻ സഗീറത്തുൻ. ഇവിടെയാണ് നമ്മളെന്ത് പുതിയ ഒരു കാര്യം നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഫീഹി ഹദീഖത്തുൻ സഗീറത്തുൻ. പ്രിയപ്പെട്ട പഠിതാക്കൾ ആ ഒരു ഭാഗം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഫീഹി ഹദീഖത്തുൻ സഗീറത്തുൻ, അതിൽ ചെറിയ ഒരു തോട്ടമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫീഹി അതിലുണ്ട്, ഹദീഖത്തുൻ സഗീറത്തുൻ ചെറിയ ഒരു തോട്ടം അതിലുണ്ട്, അപ്പോൾ ഗാർഡൻ അതിലുണ്ട്. ഇവിടെ വന്നത് നോക്കൂ, അതിലുണ്ട് എന്ന ഈ ഒരു പ്രയോഗം, അതിലുണ്ട് എന്നതിനെന്താണ് ഇവിടെ വന്നിട്ടുള്ളത്? അതിലുണ്ട് എന്ന പ്രയോഗം, ഫീഹി എന്ന പ്രയോഗമാണ് വന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു പാഠഭാഗത്ത് വന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇതാണ്. ഫീഹി അതിലുണ്ട്, ഹദീഖത്തുൻ സഗീറത്തുൻ ചെറിയൊരു തോട്ടം അതിലുണ്ട്. ശരി, ഏതിലാണുള്ളത്? ബൈത്ത് അല്ലേ, എൻ്റെ വീട് ഭംഗിയുള്ളതാണ്.
ആ വീട്ടിൽ എന്തുണ്ട്, ചെറിയ ഒരു തോട്ടമുണ്ട് എന്നതാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബൈത്തുൻ എന്നത് എന്താണ്? ബൈത്തുൻ എന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുക അത് പുരുഷ വിഭാഗത്തെയാണോ അതല്ല സ്ത്രീ വിഭാഗത്തെയാണോ അത് കാണിക്കുന്നത്? അറബിയിൽ പറയുമ്പോൾ പുരുഷ വിഭാഗത്തിന് മുദക്കർ എന്ന് പറയും, സ്ത്രീ വിഭാഗത്തിന് മുഅന്നസ് എന്ന് പറയും. അപ്പോൾ ഇത് ബൈത്തുൻ എന്ന് പറയുന്നത് അത് മുദക്കറാണ്, അഥവാ പുല്ലിംഗത്തെയാണ് അത് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പുല്ലിംഗ വിഭാഗത്തിൽ പെടുന്ന കാര്യങ്ങൾക്ക് അവിടെ എന്നതിന് വരുന്ന പ്രയോഗം എന്താണ്? ഫീഹി എന്നായിരിക്കും. ഫീഹി. അപ്പോൾ ഫീഹി ഹദീഖത്തുൻ സഗീറത്തുൻ, അതിൽ ചെറിയ ഒരു തോട്ടമുണ്ട്. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ, അടുത്ത ഭാഗം കണ്ടില്ലേ? ഹാദിഹി ഗുർഫത്തി, ഹാദിഹി ഗുർഫത്തി. ഹാദിഹി എന്ന് പറയുന്നത് എന്തിനെയാണ് ഉപയോഗിക്കുക? നമ്മൾ പഠിച്ചതാണ് ഹാദിഹി എന്നുള്ളത് സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്നതാണ് ഹാദിഹി എന്നുള്ളത്. അപ്പോൾ ഹാദിഹി ഗുർഫത്തുൻ, ഹാദിഹി ഗുർഫത്തുൻ എന്ന് പറഞ്ഞാൽ ഇതൊരു റൂമാണ്. പക്ഷേ എൻ്റെ റൂം എന്നാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് വന്നു? യാ വന്നു അല്ലേ? ഹാദിഹി ഗുർഫത്തി, ഇത് എൻ്റെ റൂമാണ്. അപ്പോൾ എൻ്റെ റൂം എന്ന് പറയാൻ ഗുർഫത്തി എന്ന് പറഞ്ഞു. എന്നാൽ ഹാദിഹി ഗുർഫത്തുൻ എന്നുള്ളത് എന്താണ്? ഗുർഫത്തുൻ എന്നുള്ളത് അത് സ്ത്രീ വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഹാദിഹി എന്ന് ഉപയോഗിച്ചു, ഹാദിഹി ഗുർഫത്തി. എന്നാൽ അതേ സമയത്ത് മുകളിൽ എന്താണ്? ഹാദാ ബൈത്തി എന്നാണ് വന്നിട്ടുള്ളത്. ബൈത്തുൻ എന്നുള്ളത് മുദക്കറാണ്, അഥവാ പുല്ലിംഗമാണ്, പുരുഷ വിഭാഗത്തെ അറിയിക്കുന്നതാണ്. അവിടെ അതുകൊണ്ട് എന്ത് ചെയ്തു? ഹാദ എന്ന് ഉപയോഗിച്ചു. ഗുർഫത്ത് എന്നുള്ളത് അത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് ഹാദിഹി. അപ്പോൾ ഹാദിഹി ഗുർഫത്തി. അടുത്തതോ ഫീഹ. നോക്കൂ, ഫീഹ നേരത്തെ നമ്മൾ പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറഞ്ഞ ഒരു ഭാഗം എന്താണ്? കണ്ടോ? ഫീഹ, അതിലുണ്ട്. എന്ത്? നാഫിദത്തുൻ കബീറത്തുൻ, വലിയ ഒരു ജനലുണ്ട്. നാഫിദത്തുൻ വിൻഡോ, കബീറത്തുൻ വലിയ വിൻഡോ അതിലുണ്ട്, ജനലുണ്ട്. വമിർവഹത്തുൻ ജമീലത്തുൻ, അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു ഫാനും അതിലുണ്ട്, ഭംഗിയുള്ളൊരു ഫാനും അതിലുണ്ട്. അപ്പോൾ ഇവിടെ ഫീഹ, ഫീഹ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവിടെ ഫീഹ എന്ന് വന്നു? ഗുർഫത്തുൻ എന്നുള്ളത് അത് സ്ത്രീ വിഭാഗമാണ്, അഥവാ സ്ത്രീലിംഗമാണ് എന്നുള്ളത് കൊണ്ട് അതിലുണ്ട് എന്ന് പറയണമെങ്കിൽ അവിടെ ഫീഹി എന്ന് പറയില്ല, ഫീഹ എന്നാണ്. അപ്പോൾ ഫീഹ നാഫിദത്തുൻ, ഫീഹ നാഫിദത്തുൻ കബീറത്തുൻ, അതിൽ വലിയ ഒരു വിൻഡോ ഉണ്ട്. ആൻഡ് വമിർവഹത്തുൻ ജമീലത്തുൻ, ഭംഗിയുള്ള ഒരു ഫാനും അതിലുണ്ട്. മിർവഹത്ത് യാനി അതിൻ്റെ അർത്ഥം എന്താണ്? ഫാൻ. ജമീലത്തുൻ ഭംഗിയുള്ള. ഹാദ സരീരി, അടുത്തത് എന്താണ്? ഹാദ സരീരി. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഹാദ സരീരി, ഇത് എൻ്റെ കട്ടിലാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ബെഡാണ്. ബെഡിനും കട്ടിലിനും എന്ത് ചെയ്യുന്നുണ്ട്? സരീർ എന്ന് ഉപയോഗിക്കുന്നു. നേരത്തെ കഴിഞ്ഞ തവണ നമ്മൾ ബെഡ് എന്ന് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പല ഡിക്ഷണറികളിലും അതിലെന്താണ് കട്ടിൽ എന്ന് കാണുന്നുണ്ടല്ലോ. രണ്ടിനും അറബി ഭാഷയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സരീർ എന്ന് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ഹാദ സരീരി, ഇതെൻ്റെ ബെഡാണ്. വഹാദ കുർസിയി, വഹാദ കുർസിയി. എന്താണ് കുർസി എന്ന് പറഞ്ഞാൽ? വഹാദ കുർസിയി, ഇതെൻ്റെ ചെയറാണ്, ഇതെൻ്റെ ചെയറാണ്. വഹാദ മക്തബി, ഇതെൻ്റെ ടേബിളാണ്. സഅതി വഖലമി വകിതാബി അലൽ മക്തബ്, എൻ്റെ വാച്ച്. സഅതി എൻ്റെ വാച്ച്, വഖലമി എൻ്റെ പേന, വകിതാബി എൻ്റെ പുസ്തകം, അലൽ മക്തബി ഓൺ ദി ടേബിൾ, ടേബിളിന്മേലാണ്. വഹഖീബത്തി തഹ്തൽ മക്തബ്, വഹഖീബത്തി തഹ്തൽ മക്തബ്, എൻ്റെ ബാഗ് എവിടെയാണ്? എൻ്റെ ബാഗ് അത് ടേബിളിൻ്റെ താഴെയാണ്. തെഹ്ത യാനി താഴെ, അണ്ടർ ദി ടേബിൾ. അപ്പോൾ എൻ്റെ ബാഗ് ടേബിളിൻ്റെ താഴെയാണ്. നെക്സ്റ്റ് നാഫിദത്തു ഗുർഫത്തി മഫ്തൂഹത്തുൻ, നാഫിദത്തു ഗുർഫത്തി മഫ്തൂഹത്തുൻ. നാഫിദത്ത് യാനി, നാഫിദത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ജനൽ അല്ലേ? ഗുർഫത്തി, എൻ്റെ റൂമിൻ്റെ ജനൽ മഫ്തൂഹത്തുൻ, അത് തുറന്നു വച്ചതാണ്. നാഫിദത്തു ഗുർഫത്തി മഫ്തൂഹത്തുൻ,
എൻ്റെ റൂമിൻ്റെ ജനൽ മഫ്തൂഹത്തുൻ, അത് തുറന്നു വച്ചതാണ്. ഹാദിഹി ഗുർഫത്തു അഖി, ഇത് എൻ്റെ സഹോദരൻ്റെ റൂമാണ്. ഹാദിഹി ഗുർഫത്തു അഖി, ഇതെൻ്റെ സഹോദരൻ്റെ റൂമാണ്. അപ്പോൾ ഗുർഫത്ത് എന്നുള്ളത് എന്താണ്? അത് സ്ത്രീലിംഗത്തെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഹാദിഹി എന്നതാണ് അതിലേക്ക് ചേർക്കുക. അഹീ, എൻ്റെ സഹോദരൻ്റെ റൂമാണിത്. വതിൽക, നോക്കൂ, വതിൽക ഗുർഫത്തു ഉഖ്തി, വതിൽക ഗുർഫത്തു ഉഖ്തി, വതിൽക. അപ്പോൾ ഹാദിഹി എന്ന് പറഞ്ഞാൽ നിയർ, അടുത്തുള്ളതാണ്. ഇത് തിൽക്ക എന്ന് പറഞ്ഞാലോ ദൂരെ. അപ്പോൾ ഹാദിഹി എന്നുള്ളത് സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്നു. അതേ വിഷയം തന്നെ ദൂരെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഉപയോഗിക്കുക? തിൽക്ക എന്നാണ് ഉപയോഗിക്കുക. ഹാദ എന്നതാണെങ്കിലോ അതിൻ്റെ ദൂരെയുള്ള ഭാഗത്തെ ദാലിക്ക എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹാദിഹി എന്നതിനെ എന്ത് ചെയ്യുന്നു? ദൂരെയാണ് എന്നുണ്ടെങ്കിൽ തിൽക്ക എന്നാണ് ഉപയോഗിക്കുക. തിൽക്ക ഗുർഫത്തു ഉഖ്തി, അത് എൻ്റെ സഹോദരിയുടെ റൂമാണ്. ഗുർഫത്തു അഖി കബീറത്തുൻ വ ഗുർഫത്തു ഉഖ്തി സഗീറത്തുൻ, എൻ്റെ സഹോദരൻ്റെ റൂം വലുതാണ്. വഗുർഫത്തു ഉഖ്തി സഗീറത്തുൻ, എൻ്റെ സഹോദരിയുടെ റൂം സഗീറത്തുൻ, അത് ചെറുതാണ്. ഗുർഫത്തു അഖി അമാമ ഗുർഫത്തി, എൻ്റെ സഹോദരൻ്റെ റൂം എൻ്റെ റൂമിൻ്റെ മുന്നിലാണ്. അമാമ ഗുർഫത്തി, എൻ്റെ റൂമിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഒന്നുകൂടെ അത് വായിക്കുക. ഗുർഫത്തു അഖി അമാമ ഗുർഫത്തി, എൻ്റെ സഹോദരൻ്റെ റൂം അമാമ ഗുർഫത്തി, അത് എൻ്റെ റൂമിൻ്റെ മുന്നിലാണ്. വഗുർഫത്തു ഉഖ്തി, എൻ്റെ സഹോദരിയുടെ റൂം അമാമൽ മത്ബഹി, കിച്ചണിൻ്റെ മുന്നിലാണ്, അടുക്കളയുടെ മുന്നിലാണ് മത്ബഹ്. ലീ അഹുൻ വാഹിദുൻ, ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം വരുന്നുണ്ട്. ഒന്ന് നോക്കുക. ലീ അഹുൻ വാഹിദുൻ, എനിക്കൊരു സഹോദരനുണ്ട്. ഐ ഹാവ്, ലീ എനിക്കുണ്ട്, അഹുൻ വാഹിദുൻ എനിക്കൊരു സഹോദരനുണ്ട്. എന്നാൽ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇസ്മുഹു അല്ലേ? പക്ഷെ അതിൻ്റെ മുകളിൽ, ഈ അലിഫിൻ്റെ മുകളിൽ എന്താ കാണുന്നത്? ഇതേപോലെ അലിഫ്, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഒരു സ്വാദിൻ്റെ ഒരു അറ്റമോടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനെ അറിയിക്കുന്നതാണ്? ഓർത്തു നോക്കൂ, വസ്ലിൻ്റെ ഹംസയാണ് അല്ലേ? അപ്പോൾ അതിനെങ്ങനെയാണ് വായിക്കേണ്ടത്? ലീ അഹുൻ വാഹിദുനിസ്മുഹു ഉസാമത്തു. ഓർക്കുന്നുണ്ടാവും, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. എനിക്കൊരു സഹോദരനുണ്ട്, ഇസ്മുഹു ഉസാമത്തു, അവൻ്റെ പേര് ഉസാമത്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് ഉസാമയാണ്. പക്ഷെ വായിക്കേണ്ട രീതി എങ്ങനെയാണ്? അവിടെ വായിക്കുന്ന രീതി ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ വായിക്കുന്നത് എങ്ങനെ വായിക്കണം നമ്മൾ? ലീ അഹുൻ വാഹിദുനിസ്മുഹു ഉസാമത്തു എന്നാണ് വായിക്കേണ്ടത്. വലി ഉഖ്തുൻ, എനിക്കൊരു സഹോദരിയുണ്ട്. വാ എന്ന് പറഞ്ഞാൽ ആൻഡ്. ലീ എനിക്കുണ്ട്. ഉഖ്തുൻ വാഹിദത്തുൻ, ഒരു സഹോദരിയുണ്ട്. അവിടെ ഇസ്മുഹ എന്നത് ചേർത്ത് വായിക്കുമ്പോൾ വലി ഉഖ്തുൻ വാഹിദത്തുനിസ്മുഹ സുആദു, വലി ഉഖ്തുൻ വാഹിദത്തുനിസ്മുഹ സുആദു, അവളുടെ പേര്, എനിക്കൊരു സഹോദരിയുണ്ട്, അവളുടെ പേരെന്താണ്? സുആദ് എന്നാണ്. അബി വ ഉമ്മി ഫി തിൽക്കൽ ഗുർഫത്തിൽ കബീറ, എന്താണ്? അബി വ ഉമ്മി ഫി തിൽക്കൽ ഗുർഫത്തിൽ കബീറ, എൻ്റെ ബാപ്പയും ഉമ്മയും ഫി തിൽക്കൽ ഗുർഫത്തിൽ കബീറ, ആ വലിയ റൂമിലാണ്. അന ഉഹിബ്ബു അബി വ ഉമ്മി, അന ഉഹിബ്ബു അബി വ ഉമ്മി വ ഉഹിബ്ബു അഖി വ ഉഖ്തി. അന ഉഹിബ്ബു, ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അബി, എൻ്റെ ഉപ്പയെയും, വ ഉമ്മി, എൻ്റെ ഉമ്മയെയും, വ ഉഹിബ്ബു അഖി വ ഉഖ്തി, ഞാൻ എൻ്റെ സഹോദരനെയും എൻ്റെ സഹോദരിയെയും ഞാൻ സ്നേഹിക്കുന്നു. ഉഹിബ്ബു എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു. ഒന്നുകൂടെ വായിക്കാം അല്ലേ? അന ഉഹിബ്ബു അബി വ ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയെയും ഉപ്പയെയും ഞാൻ സ്നേഹിക്കുന്നു. വ ഉഹിബ്ബു അഖി വ ഉഖ്തി, എൻ്റെ സഹോദരനെയും സഹോദരിയെയും ഞാൻ സ്നേഹിക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക്
ഇതിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ പാഠഭാഗത്ത് ഊന്നിപ്പറഞ്ഞ വിഷയങ്ങളെ തംരീനിലൂടെ, ആ പരിശീലന കളരിയിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊന്നും കൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.